അന്നും അപ്പയുടെ ഓർമ്മയുണ്ട്, ഇന്നും അപ്പയുടെ ഓർമ്മയുണ്ട്. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്നുള്ള വികാരം വളരെ ശക്തമാണ്. 10 വർഷം മുമ്പ് എന്താ പറയുക, എവിടെ നിർത്തിയോ അവിടെ തന്നെ നിൽക്കുകയാണ്. വലിയ സ്വപ്നമാണ് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കുക എന്നുള്ളത്. ഇരുണ്ട കാലം എന്നുള്ളത് സൃഷ്ടിക്കപ്പെട്ട കാലം. ഇരുട്ട് സൃഷ്ടിച്ചതാണ്. സൃഷ്ടിച്ചവരാണ് ഇന്ന് വെളിച്ചമാണെന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്നത്. അവരാണ് വെളിച്ചം എന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്നവർ. ഈ ഇരുട്ട് സൃഷ്ടിച്ചിട്ട് വന്നവരാ. സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു ഇരുണ്ട കാലം സൃഷ്ടിച്ചതാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഹലോ, അങ്ങനെ നമ്മൾ തൽക്കാലം ഇലക്ഷൻ എക്സ്പ്രസ് സൈക്കിളിലാക്കി. സൈക്കിൾ പോലെ സുന്ദരമായ ഒരു വണ്ടിയില്ല അല്ലേ? അപ്പൊ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന 2 പേരാണ് കേട്ടോ. ഒന്ന് ചാണ്ടി, ഒന്ന് ഞാൻ. സൈക്കിളാണ് ഇഷ്ടം അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും എഫക്റ്റീവ് ആണ്. ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടൊരു മീൻസ് ഇല്ല. അപ്പൊ ഇതിനകത്ത് ഗുണം വെച്ചാല് എന്റെ ഹൈബ്രിഡാ. ഇത് സൈക്കിൾ സ്പീഡ് കൂട്ടും. അതാണ്. എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം? ഇപ്പം 2 മണിക്കൂർ ചാർജ് ചെയ്യാം. 2 മണിക്കൂർ ചാർജ് ചെയ്ത് എത്ര കിലോമീറ്റർ പോകും? ഒരു 2-3 മണിക്കൂർ ഓടും. 2-3 മണിക്കൂർ ഓടും. മണ്ഡലത്തിലൊക്കെ ഇപ്പൊ ഇതുമായിട്ടാണോ നടക്കുന്നത്? എക്സസൈസുമായി, എന്താ പറയാ, സ്കൂട്ടറാണെങ്കിൽ സ്കൂട്ടറുമായി. സൂപ്പർ. മാത്രമല്ല നാട്ടുകാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്രോൾ, ഡീസൽ അമേരിക്ക ഇറാൻ അമേരിക്കയിൽ ഇട്ടാലൊന്നും ഈ സൈക്കിളിന് ഒരു കുഴപ്പം വരില്ല. ഒരു വർഷമില്ല. പിന്നെ ഹെൽമെറ്റും വേണ്ട. അങ്ങനെ ഒരു ആനുകൂല്യം കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുകയില്ല, വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് ഗുണവും. അപ്പൊ എല്ലാവരും സൈക്കിൾ ഉപയോഗിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? കിടങ്ങൂര് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇവിടെ കുംഭത്തിൽ വലിയ ഉത്സവം നടക്കും. തൈപ്പൂയൊക്കെയാണ് ഇവിടുത്തെ വലിയ പരിപാടി അല്ലേ? സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൽമുരുകൻ. ഈ സുബ്രഹ്മണ്യൻ ഒരു കഥയുണ്ട്, അറിയാമോ? പിന്നെ അറിയാം. എന്താ കഥ? ഗണപതിയും മക്കളായിരുന്നു. ലോകം ചുറ്റി വരുവാന്ന് പറഞ്ഞ് ഗണപതി അപ്പനെ അമ്മയും ചുറ്റി, ശിവനെയും പാർവതിയും ചുറ്റി, വേൽമുരുകൻ ലോകം മൊത്തം ചുറ്റി വന്നു അല്ലേ? കൊള്ളാം, സൂപ്പർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു. നല്ല കട. ഇപ്പൊ ഉച്ചയായി, നമുക്ക് അമ്പലം തുറന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചായക്കടയിൽ പോയി ഒരു ഉഴുന്നുവട കഴിച്ചാലോ? ആയിക്കോട്ടെ. കുറച്ച് രാഷ്ട്രീയവും കുറച്ച് ചായ ഉഴുന്നുവടയും. തീർച്ചയായിട്ടും. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മള് നേരെ ഉഴുന്നുവടയ്ക്ക്. എങ്ങനുണ്ട്? ചൂടെങ്ങനുണ്ട്? നല്ല ചൂടാണ്. നല്ല ചൂടല്ലേ? അതുകൊണ്ട് ഞങ്ങള് മിക്കവാറുള്ള എല്ലാ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് ശേഷം പ്രചരണം. രാവിലത്തെ പ്രചരണം അങ്ങനെ സൈക്കിള് വിട്ടില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട്? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പ്രശ്നമില്ല. UDF ജയിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായ ഞങ്ങളുടെ ഒരു റീഡിംഗ്. 100 സീറ്റ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. കടന്നകൈയാണോ? അല്ല, പ്രതിപക്ഷ പ്രതീക്ഷ അസ്ഥാനത്താവില്ല. എന്തായാലും ഒരു കംഫർട്ടബിൾ ആയ മെജോറിറ്റിയിൽ കയറി വരും. 80+ എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്. 80+ ഉറപ്പാണ് അല്ലെ? അതിനൊരു ഭരണവിരുദ്ധ വികാരം ഗ്രൗണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? 100%. ജനങ്ങൾ മടുത്തിരിക്കുക. അത് കാണാനുണ്ട്, അത് അറിയാനുണ്ട്. തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അപ്പയുടെ ഓർമ്മ, അപ്പയുടെ ഒരു വികാരം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒറ്റയ്ക്ക് പോരാടി ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. അല്ല, അന്നും അപ്പയുടെ ഓർമ്മയുണ്ട്, ഇന്നും അപ്പയുടെ ഓർമ്മയുണ്ട്. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്നുള്ള വികാരം വളരെ ശക്തമാണ്. ഞാൻ പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തി. പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തിയപ്പോഴേ ആങ്കർ 3 പ്രാവശ്യം പറഞ്ഞ എൻ്റെ അപ്പൻ്റെ പേരാ. ഞാൻ സൈക്കിളുമായിട്ട് പല സ്ഥലത്ത് പോകുമ്പോഴും കൊച്ചു പിള്ളേർ പോലും പറയുന്ന പേര് ഉമ്മൻചാണ്ടിയുടെ. 37,000 വോട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചത്. അപ്പൊ ഇക്കുറി അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് കടന്നു പോവോ അതിൽ കുറയുമോ? അല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചില SIR ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്ന ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചാൽ അത് മതി, അതൊന്നും വേണ്ട. ഒന്നാണെങ്കിലും ഒരു വോട്ട്. അപ്പൊ ഇനി 2-3 രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടി, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ഒന്ന്, അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പുതുപ്പള്ളിക്ക് ഒരു മന്ത്രി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്? അല്ല, പുതുപ്പള്ളിക്ക് വരുമ്പോ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ അത് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പുതുപ്പള്ളിക്കാരുടെ ഒരു അവകാശമാണ്. അങ്ങനെ അവകാശം ഒന്നുമില്ല. സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ. അത് നമുക്ക് മന്ത്രിസഭ വേണം, കോൺഗ്രസ്സുകാരൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം, മന്ത്രിമാരെ UDFന്റെ മന്ത്രിസഭ വേണം, അത്രേ ഉള്ളൂ. മന്ത്രിസഭ വേണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ പുതുപ്പള്ളി ഇനിയിപ്പോ സർക്കാർ ഇല്ലാത്ത സമയത്താണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് വർഷം കിട്ടിയത്. ഒരു 2 വർഷക്കാലം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. പക്ഷെ ഇനിയിപ്പോ അധികാരത്തിലേക്ക് വന്നാൽ പുതുപ്പള്ളിക്ക് എന്താ വാഗ്ദാനം? ഫസ്റ്റ്, ഞങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 10 വർഷം മുമ്പ് എന്താ പറയുക, എവിടെ നിർത്തിയോ അവിടെ തന്നെ നിൽക്കുകയാണ്. വലിയ സ്വപ്നമാണ് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ ഈ തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ് അയർക്കുന്നത്തെ വാരക്കടവ് പാലം, കമ്പനിക്കടവ് പാലം.
വാലങ്കൽ പാലം 2 പാലം പൂർത്തീകരിക്കാനുണ്ട്, 1 പാലം പുനർനിർമ്മിക്കാനുണ്ട്. അനങ്ങുന്നില്ല. പാലം അവിടെ പറഞ്ഞു. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷൻ പാമ്പാടിയിലെ അത് അനങ്ങുന്നില്ല. വില്ലേജ് ഓഫീസായിട്ടാണ് തറക്കല്ലിട്ട്. ഉമ്മൻചാണ്ടി സർക്കാർ പോയപ്പോൾ അത് സിവിൽ സ്റ്റേഷൻ ആക്കണമെന്ന് പറഞ്ഞു. ഇവര് വില്ലേജ് ഓഫീസ് തറക്കല്ലിട്ട് 4 വർഷമായി അനങ്ങുന്നില്ല. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ പാമ്പാടിക്ക് ഒരു സിവിൽ സ്റ്റേഷൻ, പുതുപ്പള്ളിക്ക് റവന്യൂ ടവർ, അതുപോലെ തന്നെ ഈ 3 പാലങ്ങൾ ഉറപ്പാണ് അടിയന്തരമായി. അല്ലെ? അടിയന്തരമായി. അപ്പൊ താങ്കൾക്ക് റവന്യൂ വകുപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ശകരം പണ്ട് ഓക്കെ, ശരി. അപ്പൊ ചാണ്ടി ഉമ്മൻ 2 കാര്യങ്ങൾ. ഇപ്പോൾ ഭരണപക്ഷം ഇടതുപക്ഷ ശക്തമായ പ്രചരണം കൊണ്ടുപോയി ഇരുണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഇരുണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യം കാണുമ്പോൾ താങ്കൾക്കൊരു വിഷമം ഉണ്ടാവുന്നു? ഇരുണ്ട കാലം എന്നുള്ളത് സൃഷ്ടിക്കപ്പെട്ട കാലം. ഇരുട്ട് സൃഷ്ടിച്ചതാണ്. സൃഷ്ടിച്ചവരാണ് ഇന്ന് വെളിച്ചമാണെന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്നത്. അവരാണ് വെളിച്ചം എന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്നവർ. ഈ ഇരുട്ട് സൃഷ്ടിച്ചിട്ട് വന്നവരാ. സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നല്ല ചമ്മന്തിയുണ്ട്. അതെ. ഒഴിക്കട്ടെ. നല്ല ചമ്മന്തി. അപ്പൊ പറഞ്ഞു, അങ്ങനെ ഒരു ഇരുണ്ട കാലം സൃഷ്ടിച്ചതാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതായത് ഇരുണ്ട കാലം എന്ന് പരസ്യം വരുമ്പോ അതിനെ എങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്നത്? പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൊച്ചി മെട്രോ ഇരുണ്ട കാലമാണോ? കണ്ണൂർ എയർപോർട്ട് ഇരുണ്ട കാലമാണോ? വിഴിഞ്ഞം പോർട്ട് ഇരുണ്ട കാലമാണോ? എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് ഇരുണ്ട കാലമാണോ? കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശ്രുതി തരംഗം ഇരുണ്ട കാലമാണോ? കാരുണ്യ സ്കീം ഇരുണ്ട കാലമാണോ? അതുപോലെ തന്നെ ജനസമ്പർക്ക പരിപാടി ഇരുണ്ട കാലമാണോ? എത്ര എണ്ണി പറയാൻ സാധിക്കും. ഓരോ മണ്ഡലത്തിലും 140 മണ്ഡലത്തിലും കോളേജ് ഇരുണ്ട കാലമാണോ? അതുപോലെ തന്നെ 227 പാലങ്ങൾ ഇരുണ്ട കാലമാണോ? തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയ്ക്ക് തറക്കല്ലിട്ടത് ഇരുണ്ട കാലമാണോ? ആ തറക്കല്ല് പൂർത്തിയാക്കാത്തല്ലേ, പണി തുടങ്ങാത്തല്ലേ ഇരുണ്ട കാലം? ഞാൻ ചോദിക്കട്ടെ, ചാണ്ടി ഉമ്മൻ വെല്ലുവിളിക്ക് തയ്യാറാണോ? ആ അർത്ഥത്തിൽ ഇരുണ്ട കാലമാണോ എന്നുള്ളതിന് ചാണ്ടി ഉമ്മൻ വെല്ലുവിളി. ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചു. ഇരുണ്ട കാലം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആരുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എണ്ണി പറഞ്ഞു. ശാസ്ത്രത്തിൽ ഒരു 10-12 അങ്ങ് പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയാ രാഷ്ട്രീയം ഇങ്ങനെ പാകപ്പെട്ടു വരുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായിട്ട് കാണുന്നത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ഇനി UDF-ന് എതിരായിട്ട് കാണുന്ന ഒരു വികാരം എന്താ? അല്ല, ഇതിനകത്തൊരു സർക്കാരിനെതിരായിട്ടുള്ള വികാരം മാത്രമല്ല, കമ്പാരിസൺ കൂടിയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരും ആ മന്ത്രിസഭയും ഈ മന്ത്രിസഭയും തമ്മിലുള്ള കമ്പാരിസൺ ഉണ്ട്. 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഗവൺമെന്റ് 4,90,000 വീടുകളാണ്. 10 വർഷം കൊണ്ട് 5 ലക്ഷം വീടുകളാണ്. അവിടെ തന്നെ കമ്പാരിസൺ ഇല്ലേ? അവിടെ തന്നെ ക്ലാരിറ്റി ഇല്ലേ? അപ്പം സർക്കാരുകൾ തമ്മിലുള്ള കമ്പാരിസൺ കൂടി നോക്കുമ്പോൾ എന്താണ് UDF, എന്താണ് LDF ജനം മനസ്സിലാക്കുക. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതുപോലെയുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഈ സർക്കാരിന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒന്നുമില്ല. പറയാം, നാഷണൽ ഹൈവേ. പക്ഷെ നാഷണൽ ഹൈവേ പൂർത്തിയായോ? എവിടെ എത്തി? കഴിഞ്ഞ ബഡ്ജറ്റ് സെഷനിൽ, ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞ ബഡ്ജറ്റ് സെഷനിൽ ധനമന്ത്രി പറഞ്ഞു അടുത്ത വർഷം അവസാനത്തെ സെഷനിൽ ഇവിടുത്തെ MLA-മാരെല്ലാം കാസർഗോഡ് നിന്ന് കാറിൽ തിരുവനന്തപുരത്ത് വരും. എന്തായി? പക്ഷേ ഇപ്പൊ കാസർഗോഡ് നിന്ന് കണ്ണൂരും മലപ്പുറം വരെ വരാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. എത്ര വർഷമായി? 25 വർഷം മുമ്പ് വരുന്ന പദ്ധതിയാണ് ഇവരിപ്പോ പറയുന്നത്. ഈ KSRTC ബസ്സിലെ സൗജന്യ യാത്രയൊക്കെ പറയുന്നുണ്ട്, നടക്കുന്ന കാര്യമാണ്. തെലങ്കാന നടത്തിയെങ്കിൽ, കർണാടക നടത്തിയെങ്കിൽ ഞങ്ങൾ ഇവിടെ നടത്തും. നമ്മുടെ KSRTC അതൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രി നോക്കിക്കോളും. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഡൈനാമിക് ആയിരിക്കും. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലെ ആയിരിക്കും. ഞങ്ങളുടെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളായിരിക്കും. അതൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചോളും. ഉറപ്പാണ്. ഇപ്പൊ മാർഗമില്ലാത്തവർ അതും ഇതൊക്കെ പറയും. അങ്ങനെ പറഞ്ഞോട്ടെ. അതായത് വഴിയും കണ്ടെത്തിയിട്ടാണ് പ്രഖ്യാപനം. തീർച്ചയായിട്ടും അല്ലേ? അല്ല, പക്ഷെ ആൾക്കാർ പറയുന്നത് KSRTC-ക്ക് ആകെ ദുർബലമാണ്, ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നടക്കാൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കൊടുത്തിരുന്ന സമയത്ത് ശമ്പളം കൊടുത്തിരുന്നോ? ഇന്ന് നടക്കുന്നില്ലല്ലോ. അതിന് ആർജവത്തിലുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് വരും. ആ മുഖ്യമന്ത്രി നടത്തും. ട്രഷറി പൂട്ടിയെന്നും പെൻഷൻ മുടങ്ങിയെന്നുമാണ് വ്യാപക പ്രചരണം. അവരുടെ കാലത്തല്ലേ? ഉറപ്പായിട്ടും. അല്ല, തിരിച്ചു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഒരു വോട്ടിലും ഉണ്ടായിട്ടില്ല. ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണം CPM BJP ഡീൽ ഉണ്ട് എന്നാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ താങ്കൾ തയ്യാറാണ്? നമുക്കിപ്പം യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താണ് നമ്മൾ. അതല്ലേ ശരിക്കും ഈ പ്രചരണം നടക്കേണ്ടത് യഥാർത്ഥ വിഷയങ്ങളിലല്ലേ? അതിനാണല്ലോ നമ്മളിപ്പോ മൊത്തം സംസാരിച്ച, അതാണല്ലോ യഥാർത്ഥ വിഷയങ്ങളാണല്ലോ. ആ യഥാർത്ഥ വിഷയത്തിൽ തന്നെ ഫോക്കസ് നിൽക്കുക. ഈ ഡീല് അവിടെ കാണും, അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതായത് ഈ മുഖ്യ തെരഞ്ഞെടുപ്പിന്റെ വിഷയമായി ഡീല് വരുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവാം, 100% ഉണ്ടാവാം. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ വിഷയം, നമ്മുടെ ഫോക്കസ് നമ്മുടെ പ്രചരണത്തിലാണ്. അത്രേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് പുതുപ്പള്ളി മണ്ഡലത്തിലാണെങ്കിൽ ഡീലല്ല ഉന്നയിക്കാൻ പോകുന്നത് ജനകീയ വിഷയങ്ങളാണ്. ജനകീയ വിഷയങ്ങളാണല്ലോ നമ്മൾ ഉന്നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒരു വിഷയമില്ല.
ഡീലാണെങ്കിലും ഡീല എന്താണെങ്കിലും ഞങ്ങൾ അതിനൊക്കെ അതിജീവിക്കും. വീട്ടിൽ നിന്ന് ഒരാളും കൂടി ശരി MLA ആവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എല്ലാവരും മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കും. സ്വാഭാവികമല്ലേ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ MLA ആയിട്ട് ജയിച്ചാൽ മന്ത്രിയാവാതിരിക്കൂ? അതെന്താ സംശയം? പ്രത്യേകിച്ച് പുതുപ്പള്ളി പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന്, അതും ചാണ്ടിയുമ്മനെ പോലെ 37,000 വോട്ടിന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിലാക്കുന്നതുള്ള മന്ത്രി ആയിക്കൂടാ? സ്വാഭാവിക ചോദ്യമല്ലേ? ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊണ്ട് ചോദിക്കില്ല. ഇല്ല, അങ്ങനെ ഒരു ചോദ്യം ഇല്ല. കാരണം ഞാൻ MLA ആയത് തന്നെ വലിയ കാര്യമായിട്ട് കരുതുന്ന ആളാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു സമയത്ത് എനിക്കൊരു അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു, പാർട്ടിയുടെ നിർബന്ധമായിരുന്നു. കാരണം എനിക്ക് അപ്പയുടെ മരണത്തെ തുടർന്ന് ഞാൻ ആകെ നമ്മൾ വളരെ ഒരു ഡെസ്പറേറ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഇത് വന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ആദ്യം രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞു ഇപ്പൊ തന്നെ ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇപ്പൊ വേണോ ചേട്ടോ എന്ന് ചോദിച്ച ആളാ. ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് രമേശ് ചെന്നിത്തല വിളിച്ചു. അപ്പൊ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചേട്ടാ ഇപ്പൊ വേണോന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് മെന്റലി അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ ആയിരുന്നില്ല. കാരണം എൻ്റെ ഫാദറിന് 40 കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അപ്പൊ ഇപ്പൊ വേണോ ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിച്ചാളാ. എനിക്ക് അതുകൊണ്ട് തന്നെ അധികാരത്തെ കാട്ടി നമ്മൾ 2.5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചും അധികാരത്തെ കാട്ടി ജനങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ ഇപ്പൊ എത്ര അധികാരം കയറുന്നു അത്രയും വർക്കിംഗ് കപ്പാസിറ്റി കുറയുവാണ് ജനങ്ങളുടെ ഇടയ്ക്ക്. ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ആൾക്കാരുടെ ഇടയ്ക്ക് പോവുക. അപ്പം ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എപ്പോഴും കേട്ടേക്കുന്നത് ആൾക്കൂട്ടം ഇല്ലെങ്കിൽ പെട്ടെന്ന് അസ്വസ്ഥരാകുന്നതാണ്. ഏകാന്തരായി ഉമ്മൻചാണ്ടിക്ക് ഇരിക്കാൻ പറ്റൂല എന്നാണ്. ശരിയല്ലേ? അപ്പയുടെ കാര്യം അതേപോലെ ആയി തീർന്നോ? ഇപ്പൊ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇങ്ങനെ ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തെ MLA ആയിട്ടും നമുക്ക് പക്ഷമില്ലല്ലോ, നമുക്ക് ജനപക്ഷമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഉഷാറായിട്ട് പോകുന്നു. നമുക്ക് ഞാൻ അങ്ങനെ രാഷ്ട്രീയം നോക്കാറില്ല. എന്റെ മണ്ഡലത്തിലാണെങ്കിൽ പുറത്താണെങ്കിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. നമ്മൾ രാഷ്ട്രീയം പറയേണ്ട സമയത്ത് മാത്രം രാഷ്ട്രീയം പറഞ്ഞാൽ മതിയോ. അല്ലാതെ ജനങ്ങളിലേക്ക് വരുമ്പോൾ അവർ BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ അല്ലെങ്കിൽ SDP ആണോ എന്ന് ഞാൻ നോക്കാറില്ല. ജനങ്ങളുമായി എന്നുള്ള കണ്ടിന്യൂസ് അത്രേ ഉള്ളൂ അല്ലേ? ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ രാഷ്ട്രീയത്തിലെ അനാരോഗ്യകരമായ 2 പ്രവണതകളുണ്ട്. ഒന്ന് വ്യക്തി അധിക്ഷേപം നടത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിക്കും ഒഴിവാക്കേണ്ടതില്ല. അത് XOY അത് പക്ഷെ തുടങ്ങി വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരോട്ടോ. പറയാതിരിക്കാൻ പറ്റാം. അത് കുഞ്ഞാലിക്കുട്ടി സാറിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, PJ കുര്യന്റെ കാര്യത്തിലാണ് ശരി, എന്റെ പിതാവിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എത്ര കേസ് ഞാൻ ഒരു കൾച്ചർ നമ്മളങ്ങനെ രൂപീകരിച്ചു. അവര് തുടങ്ങി വെച്ചു, ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തിരിക്കും. എല്ലാവരും അതിനകത്ത് തെറ്റായ ഒരാളെ കല്യാണം കഴിച്ചു. ഞാൻ കാര്യത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ആ കല്യാണം 2 മതസ്ഥര് തമ്മിലാന്ന് വെച്ചു, ഉടനെ അതിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്യുക. അത് പൊളിറ്റീഷ്യൻസ് തമ്മിലാണെങ്കിൽ പോലും ഇതൊക്കെ ഒരു കൾച്ചറായി നമ്മളങ്ങ് ഡെവലപ്പ് ചെയ്തിരിക്കും. ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഒന്ന് വളരെ കുറച്ച് സമയം തെരഞ്ഞെടുപ്പിന് കിട്ടിയുള്ളൂ പ്രചരണത്തിന്. ഇപ്പം ഞാൻ അങ്ങയുടെ കാര്യമല്ല മൊത്തത്തിൽ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അനാവശ്യമായ ചില പ്രവണതകളൊക്കെ കടന്നുകൂടിയിരുന്നു. ഒരു പ്രവണത ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവണത വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ചുകൂടി ഫാസ്റ്റാ. എത്ര നേരത്തെ തീർത്തു? ചരിത്രം എടുത്ത് നോക്കി. സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന് തോന്നുന്നില്ലേ? അല്ല, അതൊക്കെ വന്നോളൂന്നേ. അതൊക്കെ വരുന്ന നാളുകളിൽ അതൊക്കെ നടക്കാൻ പോകില്ലേ? ആണോ? ഈ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. 33% 50%. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ കോൺഗ്രസ് തന്നെ അങ്ങനെ പോകും. ഞാൻ 2 നേതാക്കളുടെ കാര്യം പറയാം. ഒന്ന് ഉമ്മൻചാണ്ടി, ഒന്ന് പിണറായി വിജയൻ, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ. അപ്പം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ K കരുണാകരൻ. അപ്പോൾ ഈ നേതാക്കളിൽ നിന്ന് ചാണ്ടി ഉമ്മന് പഠിക്കാൻ പറ്റിയ ഓരോ പാഠങ്ങൾ എന്തായിരിക്കും? ഇപ്പൊ 2 പേരുടെ കാര്യം പറഞ്ഞാൽ 2 ഭാഗത്തു നിന്ന് പഠിക്കുക. പോസിറ്റീവായിട്ടുള്ള 2 ഭാഗത്ത്. അപ്പയുടെ കാര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാന്നുള്ളത്. കരുണാകരനാണെങ്കിലും ഫാസ്റ്റ് ഡിസിഷനാണ്, ക്വിക്ക് ഡിസിഷനാണ്. മാത്രമല്ല കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണ്, ചതിക്കൂല പിന്നിൽ നിന്ന്. മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, പക്ഷെ അതിൽ ഉറച്ചിരിക്കുന്ന ആളാണ്. VS ആണെങ്കിൽ VSന് നിലപാടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി വേറെയാണ്. അദ്ദേഹം ഒരു നിലപാടെടുത്താൽ പാർട്ടി എതിരായ പോലും അദ്ദേഹം മാറില്ല. അദ്ദേഹത്തിന് ചില ഇപ്പൊ അദ്ദേഹത്തിന്റെ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം. ആ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം വീക്ഷിക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹമാണ് ശരിയും തീരുമാനമെടുത്താൽ ആ ശരി തന്നെ ഉറച്ചു വയ്ക്കും. പിണറായിയുടെ കാര്യത്തിലോ ഒരു ഗവേണൻസ് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹം അല്ല ആദ്യം പറഞ്ഞ VS മുഖ്യമന്ത്രി കാര്യം ഞാൻ പറഞ്ഞു. ഒരു തീരുമാനമെടുത്ത തീരുമാനമാണ് പിണറായിയുടെ കാര്യത്തിൽ. അദ്ദേഹം മാറത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ആ തീരുമാനം ശരിയാണെന്ന് ബോധ്യപ്പെട്ട ആ തീരുമാനത്തെ ഉറച്ചു. അതെ, അത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നെഗറ്റിവിറ്റി കാണാം, ഇപ്പൊ പാർട്ടി പോസിറ്റീവ് വേണം കാണാം, അവരുടെ പാർട്ടിക്കാർക്ക് കാണാം, ഞങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് കാണും. പക്ഷെ ആ തീരുമാനം എടുത്ത തീരുമാനമാണ്. അതിനകത്ത്
അദ്ദേഹത്തിന് ചില ഡിസിഷൻസ് ഉണ്ട്. ആ. അതിനകത്ത് അത് അദ്ദേഹത്തിന് സ്വയം തോന്നുന്ന ഒരു ബോധ്യമായിരിക്കും. ബോധ്യമാണ്. ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കും. ഉറച്ചു നിൽക്കും. അത് അങ്ങനെ എല്ലാ നേതാക്കളിലും കാണുന്ന ഒന്നല്ല, ഒരു വേവറിംഗ് ആയിരിക്കും അല്ലേ? അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ദാറ്റ്സ് ഗുഡ്. അതൊരു എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും, ഒരു ഐഡിയൽ ലീഡർ അല്ലേ? എല്ലാവരുടെയും ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജീസ് അല്ലേ. അപ്പൊ ഐഡിയോളജി അവരെ ഷേപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ സൈഡിലുള്ള ഐഡിയോളജിയാണ് ഞങ്ങളുടെ ലീഡേഴ്സിനെ ഷേപ്പ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു അപ്പുറത്തും ഈ ഐഡിയോളജി ഇസ് എ ഫാക്ടർ. അതും റോളുണ്ട്. ഓക്കെ. മൊത്തത്തിൽ കോട്ടയത്തിൽ ഒരു കഴിഞ്ഞ തവണ 5 സീറ്റ് LDF പിടിച്ചു. 9-0. പാലയടക്കം, വൈക്കമടക്കം, ഏറ്റുമാനൂരടക്കം 9-0. അത്ര ആത്മവിശ്വാസം. കോട്ടയമായിരിക്കും പവർ ചെയ്യുക ഈ അധികാരത്തിലേക്കുള്ള യാത്ര. ആണോ? ഒരു വെല്ലുവിളിയാണ് കേട്ടോ. കോട്ടയം 9-0 ആയിരിക്കും ഒരു വെല്ലുവിളി വെച്ചിരിക്കുകയാണ്. അതും വൈക്കമടക്കം. ഏത് വൈക്കമടക്കം, ഏറ്റുമാനൂരടക്കം, പാലയടക്കം. പാലായിക്കുറി തിരിച്ചു പിടിക്കുമെന്നാണ് UDF-ഉം തിരിച്ചു പിടിക്കുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ജോസ് കെ മാണി അല്പസമയം മുമ്പ് പറഞ്ഞിരിക്കുന്നത് തിരിച്ചു പിടിച്ചിരിക്കും എന്നുള്ളതാണ്. പാലയും ഞങ്ങൾ തുടരും, ഉറപ്പാണ്. റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ, അപാരമായ കോൺഫിഡൻസ് ആണ്. അപ്പോൾ നമുക്കെന്താ ഇറങ്ങിയാലോ? നമ്മൾ സൈക്കിൾ ചവിട്ടി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ചാണ്ടി. താങ്ക് യു.